അനാമികയാണ് വേണുവിന് ഓയിൽമെൻറ്റൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണു പറയണം മോളെ ഒന്ന് പതുക്കെ തിരുമ്മയെന്ന്. ആ രീതിയിലാണ് എല്ലൊക്കെ അടിച്ചൊടിച്ചതെന്ന്. അപ്പോൾ രേവതിക്കും അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോണിംഗ് ബെല്ലടിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ അനാമികയുടെ അടുത്ത് പറയണം മോളെ ആരാപ്പൊന്നും പോയി നോക്കുന്നത്. അപ്പോൾ അനാമിക പറയുകയാണ് ഈ പേടിയെന്ന് പറയുകയാണ്. അപ്പോൾ വേണു പറയണം മോള് ജനലിലൂടെ ഒന്ന് നോക്കുന്നത്. അപ്പോൾ ജനലിലൂടെ അനാമിക പേടിച്ച് പേടിച്ചൊന്ന് നോക്കുമ്പോൾ അത് അനിയാണ്. അപ്പോൾ അനാമിക പറയുകയാണ് അതെൻ്റെ ഭർത്താവാണ്. അനിയെ കാണുമ്പോൾ അനാമിക ചോദിക്കുകയാണ് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ എന്ന്. അനിയാണെങ്കിൽ നേരെ വേണുവിൻ്റെ അടുത്താണ് വന്നത്. അച്ഛനും അമ്മയുടെ അടുത്ത് ആർക്കാണ് ഇത്ര ശത്രുത? ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ അടികൾ കിട്ടുന്നുണ്ടല്ലോ എന്ന്. വീട്ടിൽ കയറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ വേണു പറയുകയാണ് അതാ ഞങ്ങൾക്കറിയാം ആർക്കാണ് ഞങ്ങളുടെ അടുത്ത് ശത്രുതയെന്ന്. അതിലൊരു പെണ്ണും രണ്ടാണുമായിരുന്നു. അതിൽ ഞങ്ങളുടെ മരുമോനും ഉണ്ടോ എന്നാണ് ഞങ്ങളുടെ സംശയമെന്ന്. അപ്പോൾ എനിക്കെന്താ അതിൻ്റെ ആവശ്യമെന്ന് അനി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ആണ് ഇങ്ങനെ ചെയ്തതെന്ന് രേവതിയും പറയുകയാണേ. നന്ദു തന്നെയാണ് അവൾ ഇത്തവണ മുഖമൊക്കെ കാണിച്ച് അവൾ തന്നെയാണ് അടിച്ചതെന്ന രീതിയിൽ അറിയിച്ചിട്ട് തന്നെയാണ് അവൾ പോയതെന്ന്. അപ്പോൾ അനി ചോദിക്കുകയാണെങ്കിൽ കേസ് കൊടുത്തുകൂടായിരുന്നു എന്ന്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അങ്ങനെ കേസ് കൊടുത്താലും അവളെ രക്ഷിക്കാൻ പലരും ഉണ്ട് എന്ന്. കേസ് കൊടുത്തിട്ട് കണ്ടില്ലേ അവൾ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെട്ട് വന്നതെന്ന്. അപ്പോൾ അനി പറയുകയാണ് അതിന് അവളെ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ അവൾ രക്ഷപ്പെട്ട് വന്നതെന്ന്. ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ പതിഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് നന്ദു അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതെന്ന്. എന്നിട്ട് വേണു പറയുകയാണ് മോൾ അവളോട് ഒന്ന് പറയണം ഇനി മേലാൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത് എന്ന്. നീ ചോദിക്കുകയാണ് നന്ദു എന്തിനാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്? നന്ദുവിനെ നിങ്ങളാണോ കള്ളക്കേസിൽ കുടുക്കിയതെന്ന്. ഇങ്ങനെ കേൾക്കുമ്പോൾ വേണുവിനാണെങ്കിൽ ഒരു നെട്ടലൊക്കെ ഉണ്ടാവുകയാണ്. എന്നിട്ട് അനി പറയുകയാണ് ചിലപ്പോൾ ആയിരിക്കും അതുകൊണ്ടല്ലേ അച്ഛൻ കോടതിയിലേക്ക് വന്നതെന്ന്. അനന്തപുരി തറവാട്ടിലെ 2 മരുമക്കളുടെ അനിയത്തിയല്ലേ നന്ദു. അപ്പോൾ അവൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അനന്തപുരിക്കാർക്ക് നാണക്കേടല്ലേ. അപ്പോൾ കേസ് കൊടുത്ത് ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ കോടതിയിലേക്ക് വന്നതെന്ന് പറയുന്നിട്ട് അനാമികയുടെ അടുത്ത് പറയുകയാണ് മോളെ എനിക്ക് ചായ ഇട്ട് കൊടുന്ന് രേവതി പറയുകയാണ്. അപ്പോൾ അനി ചോദിക്കുകയാണ് അവൾക്ക് ചായ ഇടാനൊക്കെ അറിയാമോ എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് ഒരു ചായ ഇടാനൊക്കെ എനിക്കറിയാം, എന്നെ കളിയാക്കുകയൊന്നും വേണ്ട എന്ന്. അനാമിക ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ്.